ഇതാണ് പാട്യം നാട്. ഇതാണ് പാർട്ടി ഓഫീസ്. പന്നിയന്നൂർ മുകുന്ദൻ എന്ന സീമുഖക്കുട്ടിയുടെ നാട്. ഫോട്ടത്തിൽ കാണുന്ന സഖാവിന്റെ മൂത്തവനാ. നടുക്കത്തെ അപ്പുറത്തിലെ രക്തസാക്ഷികളാ. ഓനാൾ ഉഷാറാ, നല്ലോണം പഠിക്കൂ. വീടില്ല, തിരുവനന്തപുരത്താ. വീടിയാണെങ്കിൽ ഓനും രക്തസാക്ഷി ആവുകയും. ഫോണി നോക്കണേ, നമ്മളെ അച്ചാച്ചന്റെ കാലത്ത് ഇല്ല. ഓർക്കേണ്ട വസ്തുത ഇതൊരു കേന്ദ്രവിരുദ്ധ സമരമാണ് എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞത് മറക്കണ്ട, പ്രകോപനങ്ങൾ ഉണ്ടാവും. നമ്മളായിട്ട് അബദ്ധം കാട്ടണം. നമ്മളെ പെരുന്തച്ഛനാ, ബുദ്ധിജീവി. എഴുന്നേറ്റോ, നല്ല കിണ്ണത്തപ്പാന്ന് എടുക്ക്. സഖാവ് ആലപ്പുഴയിലേടയാ? പുന്നപ്ര. ഓ, ഒരർത്ഥത്തിൽ പുന്നപ്പുറയിൽ നിന്നും കൂത്തുപറമ്പിലേക്കുള്ള യാത്ര അല്ലേ? സഖാവ് AKG സുശീല ടീച്ചറെ കണ്ടെത്തിയ നാട്. പാർട്ടി വളർന്ന അധ്വാനവർഗം സമ്പുഷ്ടമാക്കിയ രണ്ട് മണ്ണ്, ആലപ്പുഴയും കണ്ണൂരും. നല്ലത്. സഖാവിനപ്പോൾ കണ്ണൂരൊന്നും അപരിചിതമായിരിക്കില്ലല്ലോ. അതവർക്ക് വരുന്ന വയ്ക്കാൻ മനസ്സിലായി. അപ്പൊ താമസമല്ല എങ്ങനെയാ? സഹകരണ ബാങ്കിലെ സുഗുണാട്ടന്റെ വീടിന്റെ മുകളിൽ എല്ലാം സെറ്റാക്കി. നന്നായി. നാളെയല്ലേ ജോയിൻ ചെയ്യുന്നത്? അപ്പൊ സഖാവിന്റെ നിസ്സീമമായ പ്രവർത്തനം ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാവട്ടെ. താക്കോലുപിടി. അപ്പോ കുഞ്ഞരത്തൻ മാഷ് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇന്ന് മുതൽ നിങ്ങളാണ് മൂത്ത സഖാവിന്റെ ഭാര്യ. നിങ്ങൾ എങ്ങനെയെങ്കിലും മൂത്ത സഖാവിനെ കാത്തോണം കേട്ടാ. പിന്നെ നിങ്ങളെ ജീവൻ അതിന് വലിയ പ്രാധാന്യം കൊടുക്കണം. അതിന് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് സഖാവിന്റെ ജീവനാന്ന് വരുത്തും. അപ്പം മറക്കണ്ട. അപ്പൊ അതിലടിച്ചല്ല കേറിക്കോ. ഞാൻ പോവാ. ദാൽസലാം. ഏഴര വിളിക്കുമ്പോൾ അവൻ്റെ എസ്കോട്ട് നിന്നെ ശരിയാക്കി തരാം. പ്രസിനെ വിളിക്കുമ്പോൾ മണൽക്കടത്ത് സംഘം SIയെ ഡ്യൂട്ടിക്കിടെ ആക്രമിച്ചെന്ന് കൊടുത്തേക്കണം. ഇവനെ താങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരൻ വിചാരിച്ചാലും ഇവനൊന്നും പുറത്തിറങ്ങരുത്. ഉള്ള പ്രളയമെല്ലാം വന്നിട്ട് നീ ഒന്നും പഠിച്ചിട്ടില്ല. ചെല്, റിപ്പോർട്ട് അവസാനം കൂടെ എഴുതിച്ചാൽ മതി. എന്താ വിഷയം? സർ, പന്നിയന്നൂർ മുകുന്ദൻ സഖാവിന്റെ ഗൺമാനാ. ജോയിൻ ചെയ്യുന്നവനെ സാറൊന്ന് കാണാമെന്നാ. ഗൺമാൻ പൊതുവെ സുഖപരിപാടിയാ. പക്ഷെ നീ ഇവിടെ ഒന്ന് പെടും. നല്ല തീ പിടിച്ച ഓട്ടമായിരിക്കും. എന്താ എൻ്റെ പേര്? അയ്യപ്പദാസ്. താൻ പാർട്ടിക്കാരനാണല്ലേ? വിവീഷും വലിയ സഖാവാ. ഈ പോലീസുകാരും രാഷ്ട്രീയം കളിക്കുന്ന വലിയ സുഖമില്ലാത്ത ഏർപ്പെടാം. എന്താ ഷെരീഫേ? ഇല്ല, പറ. എവിടെ? തടഞ്ഞു വെക്കാനോ? ടൗണിലോ? ആ, സച്ചിനെ വണ്ടി എടു. താൻ വാ. സ്റ്റേഷൻ ആള് കുറവാ. താനോടോ ഉണ്ടാവണം. ഞാളായിട്ട് തുടങ്ങിയ പ്രശ്നമല്ല സഖാവേ ഇത്. ഓള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നതാ. തീർത്താ തീരാത്ത പല പ്രശ്നങ്ങൾ ഈ പാർട്ടി ദിനംപ്രതി നേരിടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഞങ്ങളുടെ വക കൂടി എന്നാണോ? ചന്ദ്ര ഓളൊരു പെണ്ണാണ്. സമൂഹ മീഡിയ എല്ലാം ഓളുടെ കൂടെയല്ലേ നിൽക്കൂ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ വേണ്ടേ? ആളും മൈതാനവും മയക്കും വെച്ചല്ല ഒരു പ്രശ്നം തീർക്കേണ്ടത്. അതിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. പാർട്ടീനെ നാണം കെടുത്തരുത് ആരായാലും. ഇനിയോള് സ്റ്റാൻഡിലൂടിയ നാണക്കേടാണ് സഖാവേ. അതിനോള് സ്റ്റാൻഡിലിറങ്ങി ഓടുമ്പോഴല്ലേ അതപ്പം നോക്കാം. അപ്പൊ ഈ വിഷയം നമ്മൾ ഈടെ വെച്ച് അവസാനിപ്പിച്ചു. എന്നാ ചെല്ല്, പണികളേണ്ട. എന്നാ ശരി മാഷേ. കുറച്ചു നേരമല്ലോ അടക്കടന്ന് പരിങ്ങുന്നു. ആരാ? സഖാവേ, അത് നിങ്ങളെ പുതിയ ഗൺമാനാന്ന്. ഇന്നലെ വന്നിനേനു. കൊടുക്കാം. രാവണി മാഷ്.
ആ മാഷെ, ഞാനിവിടെ പാർട്ടി ഓഫീസിലുണ്ട്. പുതിയ ഗൺമാനാ? അതെ. ബാബാ ഹലോ, ആ രാജേഷ് ചേട്ടാ, എന്താണ് ഒരു വിവരമില്ലല്ലോ? നമ്മൾ ഇവിടെ തന്നെ ഉണ്ടപ്പാ. ചേച്ചി ഈടെ ഉണ്ടല്ലോ. അല്ല, എന്നിട്ട് നിങ്ങൾ വരുന്നില്ല? ഓ അതെയാ, ഞാൻ ആ ഇവിടെയുണ്ട് ചേച്ചി. രാജേഷ് ചേട്ടനാ കേട്ടോ. ഹലോ രാജേട്ടാ, എന്തെല്ലാം ഉണ്ട്? നിങ്ങൾ തലേന്നേ വരൂന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചല്ലേ? അച്ചാച്ചന് ഈടെ ഉണ്ടേനല്ലോ. രാമയുടെ അച്ചാച്ചന് കൊടുത്തു. അമ്മ കണ്ടില്ലല്ലോ മോളെ. ഒരു മിനിറ്റ്. അജയന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ പോകും. ഷോനില്ലാണ്ടായിപ്പോയി. പാവം എൻ്റെ മോള്. എൻ്റെ മോൻ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാ. പക്ഷെ പാർട്ടിക്കാരും തിരിഞ്ഞു നോക്കില്ല. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. വരുന്നതാൻ കണ്ടിട്ടില്ലല്ലോ. അറിയില്ല. എന്നാ വാ. എടാ, നമ്മൾ കരുതും പോലെ നല്ല കാര്യങ്ങൾ മൂപ്പർ ഇന്നലെ അപകടം നല്ല തരണം ചെയ്തിനി. രഹസ്യമായിട്ട് അറിഞ്ഞതാ. ഈ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിട്ടേ ന്യൂസ് പുറത്തു വിടാത്തതാ. തിരിച്ചടിക്കണ്ടേ? പോലീസ് മൂപ്പരെ മൊഴി എടുത്തിട്ടില്ല. DYSP പ്രേമേന്ദ്ര സാറിനായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ചുമതല. അപ്പൊ എന്താന്ന് വെച്ചാല്, മൊഴി എടുക്കുമ്പോ മൂപ്പർ ഇന്നെ പ്രൊട്ടക്ട് ചെയ്ത് പറഞ്ഞാ നീ രക്ഷപ്പെട്ടു. അതൊന്നും നടക്കൂല ബായ്. എങ്ങനെങ്കിലും ഒന്ന് ഹോസ്പിറ്റലെത്തി അയാളെ കാല് പിടിച്ചിട്ടാണെങ്കിലും നിന്റെ കാര്യം പറഞ്ഞ കാര്യം അയാൾക്ക് മനസ്സലിവാട്ടം തോന്നിയിട്ട് എനിക്ക് അനുകൂലമായിട്ട് മൊഴി പറഞ്ഞാ നീ രക്ഷപ്പെട്ടു. എന്താ? അയാൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. അതൊന്നും എനിക്കറിയില്ല. നിന്റെ മുന്നിൽ ഏക വൈപ്പതേ ഉള്ളൂ. വാ. EMS ഹോസ്പിറ്റലല്ലേ? ആര്? AKG അല്ലേ? ആ, തിരിഞ്ഞു പോയതാന്ന്. ആ കയറി. കൊളാക്കാണ്ട് കയറി. എന്നാലും നമ്മളെ സഖാവിന്റെ ഒരു അവസ്ഥയെ വല്ലാത്തൊരു വിധിയായി പോയില്ലേ? എന്താ സഖാവിനെ കാണാൻ പോന്നെയാ? അല്ലപ്പാ, ആടെയാന്നല്ലോ അവിടെ ചോദിച്ചതാ. പിന്നെ നമ്മളെ സഖാവല്ലേ, ഇങ്ങനെ കിടക്കുന്നതിന്റെ ഒരു വിഷമവും. ശരിക്കും ഇതൊക്കെ എന്തിനാന്ന് ആലോചിക്കുമ്പോഴാണ്. എന്താ മോന്റെ പേര്? വിഭീഷ്. എന്നേനു മറ്റാർക്കോ വേണ്ടി വിഭീഷ് കൊടുക്കുക. വിഭീഷിന്റെ ജീവൻ വിഭീഷിന്റെ കൂട്ടുകാരൻ കൊടുക്കുക. ഇല്ല, സാധാരണ മനുഷ്യന്മാർക്കത് കഴിയൂല. വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അവരത് ചെയ്യുന്നു. വേദനയും സഹിച്ച് തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ലാണ്ട് ആ മനുഷ്യനാട് കിടക്കുന്നത് അയാൾക്കോ അയാളെ കുടുംബത്തിനോ വേണ്ടിയിട്ടല്ല. ശത്രുക്കളെ കൊല്ലാൻ നോക്കിയതും അയാളുടെ വ്യക്തിവൈരാഗ്യം വെച്ചുമല്ലല്ലോ. ആണോ? ഇതെല്ലാം കൊണ്ട് തന്നെയാ നമ്മളവരെ സഖാക്കളി എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞൊന്നും കണ്ണൂരിന് പുറത്തുള്ളവർക്ക് മനസ്സിലാണെന്നില്ല. അത് നിങ്ങളെ കുറ്റല്ല. അയ്യോ, നമ്മൾ കണ്ണൂരാരാ? ഇവനു അല്ലടാ. ആ സത്യം. എന്നിട്ടാ EMSന് AKGന് മാറിപ്പോയേ. ഏതോ പാർട്ടി ഭ്രാന്തൻ. അത് പോട്ടെ, വാ. ഇതല്ലേ വഴി? എടാ, മുമ്പിലൂടെ പോയാ പെടൂ. ഇന്നേരെ തിരിച്ചറിഞ്ഞ കുഴപ്പാ. നമുക്ക് ബാക്ക് വഴി പിടിക്കാം. വാ. നിന്ന് പരിങ്ങാടത്ത് വേഗം വാ. ഈ കുരിപ്പിനെ ഞാൻ തച്ചു കൊല്ലു. ഉയണ്ടമ്മേ. വാ. വന്നൂട്. ചെല്ല് ചെല്ല്. ഒറ്റയ്ക്ക്
ഒറ്റയ്ക്ക് പോണോ? വേണ്ട, പാനൂർ അങ്ങാടിത്തെ മുഴുവൻ ആൾക്കാരെയും കൂട്ടിക്കോ. ധൈര്യമായിട്ട് പോടോ. ഇതെന്ത് പേടിയാണ് എനിക്ക് പണ്ടാറടങ്ങ്. എനക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. വാ. മഞ്ഞ കാണിച്ചോ. എന്തോട്ടാണ് പ്രേമത്തെ എടാ ഓടുമ്പോ ഒരു വാക്ക് വന്നിട്ട് ഓടണ്ടേ? ആടെ CCTV ഉണ്ടായിരുന്നു. എവിടെ? എല്ലാം പോയില്ലേ? നമ്മൾ പെട്ട്. എടാ നീ കാണിക്കുന്ന വിട്ടിത്താണ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇല്ല വിഭീഷ് ഭായ്, എനിക്കിവിടെ നിൽക്കാൻ പേടിയാ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അടി കൊണ്ട് ജാവാൻ എനിക്ക് വയ്യ. എൻ്റെ സാധനങ്ങളെ ആ വാടക വീട്ടിലുള്ളത്, അത് പിന്നെ എടുക്കാം. നിങ്ങളെ ഞാൻ പെടുത്തിയല്ലേ? ആ പെടുത്തി. എന്നിട്ട് ഇനി പോന്നാ? എടാ ഫേസ് ചെയ്യണം. പേടിച്ചോടെ ഇനി ഏടം വരെ ഓടൂ. ഇല്ല ഭായ്. സ്റ്റേഷനാ സാർ? അതെ സാർ. ആ ഉണ്ട്. ഫോണാടിയാ ഓഫാ. അതെ സാർ, ഇവിടെ റേഞ്ച് ലേശം കുറവാ. ഓക്കെ സാർ, ഞാൻ പറഞ്ഞോളാം. ആരാ? CI ആയിരുന്നു. നാളെ രാവിലെ 10 മണിക്ക് എന്നോട് SP ഓഫീസിൽ ഹാജരാവാൻ. എന്നാ ചെയ്യാ? എന്തായി? അവനെ കിട്ടിയോ? ഇല്ലമ്മേ, ഞാൻ വിഭീഷയുടെ നമ്പറിലേക്കൊന്ന് വിളിച്ചായിരുന്നു. ചേട്ടൻ അവിടെ ഉണ്ട്. ഞാൻ സംസാരിച്ചില്ല. ചേട്ടൻ നല്ല ടെൻഷനിലാണ്. ചിലപ്പോൾ ഇഷ്യൂ ജോലിയെ ബാധിക്കുന്നൊക്കെയാ പറയണേ. സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ചായ? നോ സർ. അയ്യപ്പദാസ്. യെസ് സർ. താനിരിക്കുക. നിന്റെ കാര്യത്തിൽ ഇന്നലെ തന്നെ ഒരു PR ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് നൗ ഐ ആം കൺഗ്രാലേറ്റിംഗ് യു. ഫോഴ്സിന് തന്നെ കുറിച്ച് ഓർത്ത് വളരെ അഭിമാനമുണ്ട്. ഗുഡ്. ഇന്നലെ ഈവനിങ് സഖാവിന്റെ മൊഴിയെടുത്തപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. അദ്ദേഹം ഒരുപാട് കാര്യമായി തന്നെ കുറിച്ച് സംസാരിച്ചു. തന്റെ ഡ്യൂട്ടിയിലുള്ള എഫിഷ്യൻസിയിൽ അദ്ദേഹം വളരെ ഇംപ്രസ്ഡ് ആണ്. അക്രമികളെ ആരെങ്കിലും ദാസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഐ മീൻ, ഇനി കണ്ടാൽ തിരിച്ചറിയാവുന്ന വിധത്തിൽ അങ്ങനെ ആരെങ്കിലും? ഇല്ല സർ, അവർ മുഖം കവർ ചെയ്തിരുന്നു. യെസ്, നമുക്ക് ടൗണിൽ നിന്ന് കിട്ടിയിട്ടുള്ള CCTV ഫുട്ടേജിലും ഫേസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ജീപ്പിന്റെ നമ്പറും ഫേക്കാണ്. നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം കോടതിയിലെ CCTV വർക്കിംഗ് അല്ല. ഇത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു അറ്റാക്കാണ്. സൈതാറ് പള്ളി കഴിഞ്ഞ് വണ്ടി മിസ്സാണ്. മാഹിയിലേക്ക് കടന്നിട്ടുണ്ടാവും. കേരള പോലീസിനെ കൊണ്ട് കയറാൻ പറ്റില്ലല്ലോ. പിന്നെ തലായി, ചാലിൽ, മട്ടമ്പുറം എന്നീ ഭാഗത്ത് അങ്ങനെയാവാം. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കാം. എനിക്ക് പേഴ്സണൽ റിലേഷൻ കൂടിയുള്ള ഒരാളാണ് സഖാവ്. അപ്പം നമുക്ക് അതങ്ങ് പിടിക്കാം. ദാസന് മതി ഇനി അങ്ങോട്ടേക്കെന്ന് സഖാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ യെസ്, യു മേ ഗോ. വിശദമായി മൊഴിയെടുക്കാൻ ചിലപ്പോൾ ഞാൻ വിളിപ്പിച്ചേക്കും. സർ. ഹലോ. ആ കണ്ടു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അത് ഡീൽ ചെയ്യാം. ഞാൻ വിളിക്കാം. നിന്റെ ടൈം പിന്നെ ബെസ്റ്റ് ടൈം ആണല്ലോ. മനുഷ്യൻ ഇവിടെ എങ്ങനെ ജീവിക്കുന്നത് നിനക്ക് പോലെ അറിയോ? ആരോടും പറയാൻ പറ്റുമോ?
ആരൊക്കെയോ ബോംബ് എറിയുന്നു, വെട്ടുന്നു, കുത്തുന്നു, ഓടുന്നു. നമ്മളിതൊക്കെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ അളിയാ. ഉറക്കം പോയടാ. നിന്നെ കുറച്ചും കൂടെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം പറയട്ടെ. കേട്ടാ നീ ചിരിച്ചാവും. എന്ത് കാര്യം? നിന്റെ മറ്റേ PSC കോച്ചിങ് കേസില്ലേ, ബസ് ശരണ്യ, അവിടെ കല്യാണം കഴിക്കണം. വിഷമം ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയല്ലേ. എന്നാ അവിടെ അല്ല, അവിടെ ചേട്ടന്റെ. ഇവിടെ കോമഡി എന്താണെന്നറിയോ, അത് ഒളിച്ചോട്ടോ. അത് ഒരു ക്രിസ്ത്യാനി പെണ്ണിന്. മോനെ, ആമ്പിള്ളേര് സ്വന്തം കാര്യം വന്നപ്പോ ഡീൽ ചെയ്യുന്ന കണ്ടോ? ശരി, നീ വെച്ചോ, ഞാൻ വിളിക്കാം. മതി. ശരി. ചേട്ടനോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ ഉറങ്ങിയിട്ടേ ഉണ്ടാകുമെന്ന്. ഇതൊന്ന് പിടിച്ചാൽ ഉണ്ടഞ്ഞു പോയി. അതെ, ഞാൻ വന്നെന്ന് പറഞ്ഞാൽ മൂത്ത സഖാവ് കാണാൻ പറഞ്ഞു. ആസ്പത്രി പോയിട്ട് കാണാനാ പറഞ്ഞു. എന്തിന്? അമ്മ അന്ന് ഞാനല്ല, എന്നോട് പറഞ്ഞില്ല. എന്തും കൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ വരുന്നേ. അല്ല, ഇത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. തേങ്ങ. ഇത് ആലക്കത്തൊരു കല്യാണം ഉണ്ട്. വകയിലൊരു മാമനാ, ഓറ മോളതാ. വളരെ നല്ല ആൾക്കാരാ. കോൺഗ്രസ്സുകാരനാ, ചെറ്റയാ. എന്നെ കല്യാണം വിളിച്ചിട്ടില്ല. ഭയങ്കര വിഷമായി പോയി. അങ്ങനെ കല്യാണം നടത്തണ്ടല്ലോ, കുറച്ച് നാടൻ പോകാ. പേടിക്കണ്ട, നാടനാ സാറല്ലേ. ഇത് രണ്ടെണ്ണം എറിഞ്ഞിട്ട് കല്യാണം ഓരോ തൈക്കളയണം. എറിയാൻ വരുന്ന രണ്ടെണ്ണം എറിയാൻ വരുന്നില്ല. അപ്പൊ പറഞ്ഞ പോലെ നാളത്തെ കാര്യം മറക്കണ്ടട്ടാ. ഓക്കെ, ഓന്റെ സാമ്പാർ ഞാനിന്ന് ബോംബാറാക്കും. വിളിക്കുന്ന അയ്യപ്പത സിരിക്കി മോളുവാ ഇരിക്കടോ. അതെ, മരുന്നെടുത്തിട്ടുണ്ട്. ഞാൻ മോളെ കൊണ്ടാക്കിട്ട് പെട്ടെന്ന് വരാം. ഇയാൾ ഇരിക്കുന്നില്ലേ? അതും ഇന്നലത്തെ പോലെ ഇറങ്ങി ഓടുവോ? വാ. കുറച്ചു നേരത്തേക്ക് ആരെയും ഇങ്ങോട്ട് കടത്തി വിടണ്ടെന്ന് ഫിറോസിനോട് പറഞ്ഞേക്ക്. കൂട്ടുകാരൻ പോലീസൊക്കെ എന്ത് പറയുന്നു? സുഖം. അപ്പൊ ഇന്ന് മുതൽ ഡ്യൂട്ടിക്ക് കയറല്ലേ സർ? അയ്യപ്പദാസ് കണ്ണൂരിലേക്ക് വണ്ടി കയറിയത് ഒറ്റക്കല്ല, കൂടെ ഒരാളുണ്ട്. എപ്പോഴും കൂടെ ഉള്ള ആള് തന്നെ. ഭയം, പേടി. ശരിയല്ലേ? ഈ ലോകത്തെ ഏറ്റവും മോശം വാക്കാന്നിടോ അത്. അതുകൊണ്ട് ഭീരു ആകരുത്. ഭീരുവായ ആണ് ഒരു തെറ്റുകൂടിയാണ്. പേടിച്ച പുരുഷൻ ഏറ്റവും വലിയ അശ്ലീലവും. മനസ്സിലായോ? അതുകൊണ്ട് ഈ നിമിഷം മുതൽ ചങ്കൂറ്റമുള്ള ഗൺമാൻ അയ്യപ്പദാസിനെ എനക്ക് വേണം.